ശ്രീ വയലപ്പുറം നാരായണൻ അഖിലേന്ത്യാ കെ എം ദാമോദരൻ അഖിലേന്ത്യാ യാദവസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ യാദവസഭ സംസ്ഥാന വനിതാ പ്രസിഡന്റ്, ശ്രീ നാരായണ പുച്ചക്കാട് മുൻ സാരഥി പ്രസിഡന്റ്, കമലാക്ഷൻ മുയോലം താലൂക്ക് പ്രസിഡന്റ്, അദ്ദേഹത്തെയും താലൂക്ക് സെക്രട്ടറി ഇവരെയും യോഗത്തിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. ശ്രീകൃഷ്ണ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ചന്ദ്രൻ അവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുരേഷ് ബാബു കൂടാനും പഞ്ചായത്ത് ഇവിടുത്തെ യൂണിറ്റിന്റെ അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ വിജയിപ്പിക്കാൻ യോഗത്തിൽ അധ്യക്ഷം വഹിക്കാൻ യൂണിറ്റ് പ്രസിഡന്റ് ശങ്കരനെ സ്വാഗതം ചെയ്യും. യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നല്ല മനോഹരമായ ഒരു ഓഫീസ് എല്ലാ ആളുകൾ ഒട്ടനവധിയാണ് നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ അദ്ദേഹം കൊടുത്തതുകൊണ്ടാണ് നമ്മളെ തൊടുപ്പണം യൂണിറ്റിൽ ഇങ്ങനെ ഒരു ഓഫീസ് നിർമ്മിക്കാൻ. ഇല്ലെങ്കിലേ നമ്മൾക്ക് നമ്മുടെ പേര് തന്നെ നിലനിൽക്കുകയുള്ളൂ. സംസാരിക്കാനും അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യാനും സംഘടനയിൽ കൂടി കഴിയണം എന്ന് അപ്പോഴാണ് സംഘടനയുടെ ഒരു ശക്തി അറിയുന്നു. താഴെ തട്ടിൽ ഇത്തരം കൂട്ടായ്മ ഉണ്ടെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു ബലമുണ്ട്. സംസ്ഥാന കമ്മിറ്റിയെ സംഘടിക്കണമെങ്കിൽ താഴെത്തട്ടിൽ തന്നെ അതിന് ശക്തി പ്രാപിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അത്തരം പ്രവർത്തനം നടത്തിയാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ. ഇന്ന് നോക്കണം, നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി OIC ആനുകൂല്യം കിട്ടുന്നത്. ഇത്ര വലിയ സംഘടനയായിട്ട് നമ്മൾക്ക് ഒന്നിച്ചുകൂടി നമുക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അത് കഴിയാതെ പോയി. കാരണം നമ്മുടെ സംഘടനാ ശക്തി ദുർബലമായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് 10-40 പരം ജാതി സംഘടനയിൽ കൂടി മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മുടെ ശക്തി എങ്ങനെയാണ്? നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾക്ക് ഒറ്റയ്ക്ക് തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒന്നിച്ചു കൂടില്ല, പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടും മറ്റും മാറി നിൽക്കുകയാണ്. നമ്മുടെ ആവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാവർക്കുമാണ്. നമ്മൾ നേടിയെടുത്ത ആവശ്യം എല്ലാവർക്കുമാണ്. അതിന് ആർക്കും പരാതിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ മാത്രമാണ് സഭ വേണ്ടത്. അപ്പം അങ്ങനെ പോരാ, എല്ലാവരും പ്രവർത്തിച്ച് നല്ല രീതിയിൽ നമ്മുടെ പുല്ലൂർ പെരിയ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ യൂണിറ്റും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും പ്രവർത്തിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു ഓഫീസ് നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ ഇനിയിപ്പോൾ നിങ്ങളെ ഈ ഓഫീസിന്റെ യൂണിറ്റ് ഓഫീസിന്റെ തിരക്ക് കഴിഞ്ഞു. അപ്പൊ ഇനി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യേണ്ടതാണ്. ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു